നിയമസഭയിൽ ഇന്ന് പ്രതിപക്ഷ തന്ത്രങ്ങളെല്ലാം പാളി. സഭ തുടങ്ങുന്ന ദിവസം ശബരിമല വിഷയം ചർച്ച ചെയ്യും എന്ന ഘട്ടത്തിൽ സഭ ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയ സതീശനും കൂട്ടരും ഇന്ന് ശരിക്കും പെട്ടു. എം.ബി. രാജേഷ്, പി. രാജീവ്, കെ. രാജൻ, വി. ശിവൻകുട്ടി എന്നിവർ തീർത്ത ചക്രവ്യൂഹത്തിനുള്ളിലായി പ്രതിപക്ഷം. നിയമസഭയെക്കുറിച്ച് യാതൊരു പിടിയുമില്ലാത്ത കനഗോലു തന്ത്രങ്ങൾ മുഴുവൻ ഇന്ന് പാളി. ഫലത്തിൽ ശബരിമല കേസിൽ കോൺഗ്രസിന്റെ പങ്ക് മുഴുവൻ സഭയിൽ പറയുവാൻ ഭരണപക്ഷത്തിന് അവസരം കിട്ടി. കിട്ടിയ അവസരം ഭരണപക്ഷം വിനിയോഗിക്കുകയും ചെയ്തു. മന്ത്രി എം.ബി. രാജേഷാണ് ചർച്ചയ്ക്ക് തുടക്കമിട്ടത്. ഞങ്ങൾ പ്രിയങ്ക ഗാന്ധിയെക്കുറിച്ചോ സോണിയാഗാന്ധിയെക്കുറിച്ചോ പറഞ്ഞതിൽ ഏത് വാക്കാണ് അധിക്ഷേപകരം എന്ന് ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ഇവിടെ പറയണം, ഇവിടെ ഈ സഭയിൽ പറയണം. തിരുത്താമല്ലോ. എം.ബി. രാജേഷിന്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ പ്രതിപക്ഷത്തിന് ഉത്തരം മുട്ടി. നിരത്തിയ വാദങ്ങളാകട്ടെ ദുർബലവും. പിന്നാലെ സംസാരിച്ച മന്ത്രി പി. രാജീവ് പ്രതിപക്ഷത്തിനെ കണക്കറ്റ് പ്രഹരിച്ചു. സ്വർണം കട്ടവൻ, കട്ട സ്വർണം വാങ്ങിയവൻ, അത് ഉരുക്കിയെടുത്തവൻ, അവര് എങ്ങനെ സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് എത്തിച്ചു എന്ന് അങ്ങ് പറഞ്ഞാൽ സോണിയാഗാന്ധിക്ക് 10 മാറ്റിന്റെ തടക്കം. ഇപ്പോൾ അദ്ദേഹം പറയാതിരിക്കുമ്പോ സോണിയാഗാന്ധി ഇരുട്ടിൽ നിർത്തുന്ന പ്രതിപക്ഷ നേതാവ് ബിജെപിയുടെ നാവായി മാറിയിരിക്കുന്നെന്ന് അറിയാൻ പറ്റും സാർ. ഇതിനുശേഷം സംസാരിച്ച മന്ത്രി വി. ശിവൻകുട്ടി വി. ഡി. സതീശന്റെ അധിക്ഷേപ പരാമർശങ്ങളെതിരെ ആഞ്ഞടിച്ചു. സാർ, ഞങ്ങൾ ഇവിടെ ഈ സഭയിൽ ഇരിക്കുന്ന ഏതെങ്കിലും മന്ത്രിമാർ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ചിടത്തോളം, ഉപനേതാവ് കുഞ്ഞാലിക്കുട്ടി സാറിനെ സംബന്ധിച്ചിടത്തോളം, ജോസഫ് സാറിനെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് സാർ. കേന്ദ്രത്തിന്റെ കടുത്ത അവഗണനയ്ക്കെതിരെ ഒരക്ഷരം മിണ്ടാത്ത പ്രതിപക്ഷ നിലപാടിനെ മന്ത്രി കെ. രാജൻ അതിശക്തമായി വിമർശിച്ചു. കേരളത്തിലേക്ക് 29 ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടും ആമയെ കൊടുത്തയച്ച കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാടിനോട് പ്രതിപക്ഷത്തിന്റെ നിലപാടെന്താണെന്ന് പറയട്ടെ സാർ. വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷത്തിന്റെ ഇരട്ടത്താപ്പ് തുറന്നുകാട്ടിയ ഭരണപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ പാടുപെടുന്ന പ്രതിപക്ഷത്തെയാണ് ഇന്ന് നിയമസഭയിൽ കണ്ടത്.